എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പുനർജീവ ടെക്നോളജി സൊല്യൂഷൻസ് തിരുവനന്തപുരത്ത് നിന്നും ഒരു പുതിയ സങ്കല്പവുമായിട്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് നിൽക്കുന്നത്. സോഷ്യൽ ഇൻക്ലൂഷൻ എന്നതാണ് കോൺസെപ്റ്റ്. അതായത് സമൂഹത്തിലെ മുഖ്യധാരയിൽ വരാൻ കഴിയാത്തവരെ എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ് ഇതിന്റെ പിറകെ ചിന്താധാര. പ്രത്യേകിച്ച് കാഴ്ച പരിമിതിയുള്ളത്. ഇപ്പം ഇന്ത്യയിൽ മൊത്തമായിട്ട് ഏകദേശം 2% കാഴ്ച പരിമിതിയുള്ളവരാണ്. പൂർണ്ണമായിട്ട് ഭാഗികമായിട്ട് കാണാൻ പറ്റാത്തയാണ്. കേരളത്തിൽ ഒരുപക്ഷെ അത്രയും കാണില്ല. ഇന്ത്യ മൊത്തമായിട്ട് നമുക്ക് പോകാം. അവരെ എങ്ങനെ നമുക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇതിന്റെ പറയുന്ന ചിന്ത. ഇതുമായിട്ട് ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന് ഈ ഒരു നോമ്പുകാലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നോമ്പുകാലത്ത് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആത്മീയ അഭ്യാസം, എക്സസൈസ് കുരിശിന്റെ വഴി എന്നുള്ളതാണ്. ഈ കുരിശിന്റെ വഴിയിൽ 14 സ്റ്റേഷൻസ് ഉണ്ട്. പള്ളികളൊക്കെ അതിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ നടക്കാറുണ്ട്. ആ സ്റ്റേഷൻസിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുക. അതിന്റെ യേശു തന്റെ പീഡാനുഭവത്തിൽ അനുഭവിച്ച രംഗങ്ങളൊക്കെയാണ് അതിൽ വിവരിക്കപ്പെടുന്നത്. ഇത് കാഴ്ച പരിമിതിയുള്ളവരെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ അനുഭവിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചിട്ടില്ല. ലോകത്തിലൊരു ഞങ്ങൾ വേണ്ടതും അന്വേഷിച്ചു. കേരളത്തിലില്ല, ഇന്ത്യയിലില്ല, ലോകത്തിലുമില്ല. അപ്പൊ ഇത് നമുക്ക് ആഗോള ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇത് എങ്ങനെ അവർക്ക് അനുഭവവേദ്യമാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയുള്ളത്. അപ്പോൾ കോളേജിൽ സ്ഥാപിച്ചിരിക്കുന്ന സംഗീത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബും അതേപോലെ പുനർജീവ ടെക്നോളജി സൊല്യൂഷൻസ് തിരുവനന്തപുരം കൂടെ സംയുക്തമായിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. അപ്പോൾ 3 ഡയമെൻഷണൽ ടാക്ടൈൽ ശില്പങ്ങൾ അതാത് സ്ഥാനങ്ങളിൽ സ്ഥാപിച്ച് അത് സ്പർശനം കൊണ്ട് ഈ ആളുകൾക്ക് അനുഭവവേദ്യമാകുന്ന ഒരു സംവിധാനമാണ്. ബ്രെയിലി സിസ്റ്റത്തിൽ അവർക്ക് കൈകൊണ്ട് തൊട്ടാൽ മനസ്സിലാകുന്ന ഒന്നുണ്ട്. അതോടൊപ്പം തന്നെ QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്താൽ അവർക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും കേൾക്കാൻ സാധിക്കും, ടച്ച് കൊണ്ട് സാധിക്കും. നിലത്ത് ടാക്ടൈൽ തറയോടുകളിലൂടെ അവർക്ക് കാൽസ്പർശം കൊണ്ട് ഈ പൊസിഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത്രയും ചിന്തകളാണ്. അപ്പൊ ഇതെല്ലാം സംവിധാനം ചെയ്തിട്ട് ഇത് നമ്മുടെ തൃശ്ശൂർ ഉള്ള പുത്തൻപള്ളിയില് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ ശനിയാഴ്ച 28-ാം തീയതി 5 മണിക്കല്ല. സമയം അതിനെ കുറിച്ചിട്ടില്ലാതെ വിട്ടുപോയതാണ്. ഈ ശനിയാഴ്ച 28-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് സ്ഥാനത്തിലാണ് അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാവരെയും പങ്കാളിയാക്കുകയെന്നുള്ളതാണ് മെയിനായിട്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രെയിൻ ആയിട്ട് വർക്ക് ചെയ്തത് റോബിൻ ടോമിയാണ്. തിരുവനന്തപുരത്താണ്. അദ്ദേഹം നമ്മുടെ KDSCന്റെ ഡയറക്ടറാണ്. വേറെ പല സ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. TCSന്റെ ഏറ്റവും വലിയ പൊസിഷനിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ഇതിന് പറയുന്നത് എംപതി എഞ്ചിനീയറിംഗ് ആണ്. ഈ കോൺസെപ്റ്റാണ് അവർ മെയിനായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിച്ച പുനർജീവ ടെക്നോളജിയുടെ റെപ്രസെന്റേറ്റീവ് ഞാൻ തന്നെ പരിചയപ്പെടുത്തിയില്ലായിരുന്നു. ഞാൻ ഫാദർ ഡോക്ടർ ജോസ് കടമ്പുഴ, ഡയറക്ടറാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ. ഡോക്ടർ ഷൈനി കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. പ്രൊഫസർ ജിനേഷ് മെക്കട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. ഞങ്ങളുടെ PRO ആണ് ജോർജ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ രശ്മി ഈ പുനർജീവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട CEO ആണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ശ്രീ രശ്മി എന്നോട് പറയും. പുനർജീവ ടെക്നോളജി സൊല്യൂഷൻസ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആണ്. ന്യൂറോ ഡൈവേർജന്റ് ആയ വ്യക്തികൾക്കും ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയവർക്കും അസിസ്റ്റീവ് പ്രൊഡക്ട്സ് ആൻഡ് സൊല്യൂഷൻസ് നമ്മൾ റിസർച്ച് ചെയ്തും അവരിൽ എത്തിക്കുകയാണ്. ഇന്ന് ഇന്ത്യയോടനോളം ഒരു 200 പരം സ്ഥാപനങ്ങളും 10,000 പരം ആളുകൾക്കും നമ്മൾ സേവനം നൽകുന്നുണ്ട്. എന്താണ് സമന്വിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് എന്നതിനെ പറ്റി ഞാൻ കുറച്ച് പറയാം. നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ സ്കൂളിലാവട്ടെ കോളേജുകളിലാവട്ടെ അവരിൽ ടെക്നിക്കൽ കഴിവുകൾ അല്ലാതെ ഫ്യൂച്ചറിന് വേണ്ടി എംപതി എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവർക്ക് വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ചെയ്യാനും അത് മനസ്സിലാക്കാനും അവർക്കുള്ള സൊല്യൂഷൻസും ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സ്കിൽ
ബിൽഡിംഗ് ലാബാണ് സംനിത എന്ന് പറയുന്നത്. ക്ലാസ് റൂം പഠനത്തിലുപരി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ വൈകല്യമുള്ളവരും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനും വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരുടെ കൂടെ ഇരുന്ന് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്കിൽ പഠിപ്പിക്കലാണ് സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് വഴി ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് ആണെങ്കിലും നമ്മൾ ടെക്നോളജിയെ നമ്മൾ ഫോർ ഫ്രണ്ടിൽ വെക്കുന്നില്ല. നമ്മുടെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ടെക്നോളജി ഒരു എനേബിളർ ആയിട്ട് മാത്രം കണ്ട് 3D പ്രിന്റിംഗ് അല്ലെങ്കിൽ നൂതനമായ ആശയങ്ങളായ 3D പ്രിന്റിംഗ്, റോബോട്ടിക്സ്, അങ്ങനെ പല പല കാര്യങ്ങൾ. നമുക്ക് നമ്മുടെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും പുതിയ പുതിയ ടെക്നോളജികൾ വരികയാണ് അല്ലേ. അപ്പൊ ഈ പുതിയ ടെക്നോളജി വെച്ച് എങ്ങനെ നമുക്ക് സമൂഹത്തെ വളർത്തിയെടുക്കാം, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഇന്റൻഷനാണ് സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിന്. അച്ഛൻ പറഞ്ഞ ഈ പ്രൊജക്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ ലാബുകളിൽ ഇരുന്ന് മാത്രമല്ല ചെയ്തത്. ഈ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്തപ്പോൾ കണ്ടു കാണാത്തവർ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ആയിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ആണ് നമ്മൾ ഈ പ്രൊജക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ഓരോ സ്റ്റേജിലും അവരുടെ ഇൻപുട്ട് എടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്തതാണ് ഈ ഒരു എൻറ്റയർ പ്രൊജക്ട്. ഇത് സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിന്റെ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രൊജക്റ്റ് ആണ്. അതെ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണം, അത് ശരിയാണ്. പക്ഷെ എന്നാലും കുറച്ച് QR കോഡ് വെച്ചിട്ട് കുറച്ച് ഒരു പരിധിവരെ അറിയാവുന്നവർക്ക് പിന്നെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ബേസിക് സാധനം. അപ്പൊ തീരെ അതേപ്പറ്റി കേൾക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ കുറച്ചും കൂടി ഇൻട്രൊഡക്ഷൻ വേണ്ടി വരും. പുത്തൻപള്ളിയില് നമുക്ക് 14 സ്ഥലങ്ങൾ, അതിപ്പോഴും നേരത്തെ കാഴ്ചപരിമിതി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുരിശിന്റെ വഴി എന്ന് പറയുന്ന എക്സസൈസ് നടക്കുമ്പോൾ ആളുകളെല്ലാം ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നാണ് പ്രേയേഴ്സും എല്ലാം കാണുന്നത്. അപ്പൊ ഈ കാഴ്ചപരിമിതിയുള്ള ആളുകള് അവരെ എവിടേക്ക് തിരിയുന്നോ എന്നോ അവിടെ എന്താണ് കാണാൻ സാധിക്കുക എന്നുള്ളതോ ഒന്നും അവർക്കറിയില്ല. അവർ ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകാം. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കയ്യെത്താവുന്ന ഉയരത്തിൽ ഈ ഇത് നമ്മൾ 3D പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. 3D തന്നെ നമ്മൾ 2D പിക്ചേഴ്സ് എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് അത് 3D കൺവേർട്ട് ചെയ്ത് 3D പ്രിന്റർ മെഷീനിൽ കൊടുത്തിട്ട് ഓരോന്നും ഉണ്ടാക്കിയിരിക്കുകയാണ്. ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ട് സാധനമാണ്. അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അതെ, ഫോട്ടോസ് മാത്രമല്ല അതിന്റെ ഒപ്പം തന്നെ ബ്രെയിലിൽ എഴുതിയിട്ടുണ്ട്. ബ്രെയിലില് ഉണ്ട്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കാനായിട്ട് QR കോഡും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇൻ കേസ് ആർക്കെങ്കിലും അത് ചെയ്യാൻ കഴിവുള്ളവർക്ക്, സാധിക്കുന്നവർക്ക് അതും ചെയ്യാൻ സാധിക്കും. പിന്നെ ചിത്രത്തിൽ എന്തൊക്കെയുള്ളതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അത് 5 മണി ശനിയാഴ്ച 28-ാം തീയതി വിട്ടുപോയതാണ്. കാരണം ഒരു ഫംഗ്ഷൻ വെച്ചു അല്ല, പുരുഷന്റെ വഴി സ്ഥിരം സംവിധാനമായിട്ട് ചെയ്യും. അത് അവിടെ പെർമനന്റ് ആയിട്ട് ഇരിക്കും. അങ്ങനെ കാഴ്ചപരിമിതി ഇവിടെ തന്നെ ഒരു അച്ഛനുണ്ട്, സോളമൻ അച്ഛൻ എന്ന് പറയും. അദ്ദേഹത്തിനും ബ്ലൈൻഡ് ആയിരുന്നു, ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം. അപ്പൊ അച്ഛൻ ഇന്നലെ ഞങ്ങൾ കോളേജിൽ വന്ന് ഇതിനെപ്പറ്റി കുറെ ഡിസ്കസ് ചെയ്തു. പിന്നെ കാഴ്ചപരിമിതിയുള്ള ഒരു കുട്ടി തിരൂര് അവിടെയുള്ള അത്താണിയിലുണ്ട്. അപ്പൊ അവരുമായിട്ട് കുറെ ഇന്ററാക്ഷൻ ഉണ്ടായി. ഈ അച്ഛന്റെ കീഴില് കാഴ്ചപരിമിതിയുള്ള കുറെ അധികം ആൾക്കാരുണ്ട്. അച്ഛൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈദരാബാദില് അവരെ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുപോയത്. ബ്ലൈൻഡിന് ഫുട്ബോൾ ഉണ്ട്, പല ഗെയിംസും ഉണ്ട്, പല പരിപാടികളുണ്ട്. അതെല്ലാം അച്ഛൻ ഓർഗനൈസ് ചെയ്തു. അപ്പൊ അവരുടെയൊക്കെ ഇൻപുട്സ് നമ്മൾ എടുക്കുന്നു. അപ്പൊ അവരും മിക്കവാറും കുറെ പേരൊക്കെ അന്ന് കാണും. അപ്പൊ അതാണ് മാഡം പറഞ്ഞത്, ഈ അവരുടെ ഇൻപുട്സും കൂടി നമ്മൾ എടുത്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ തുടക്കം മാത്രമേ ചെയ്യുന്നുണ്ട്, കോളേജിൽ ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തുടങ്ങിയത് കാഴ്ച പരിമിതിയുള്ളവർക്കാണ്. പക്ഷെ ഇതിന് ശേഷം ഇപ്പൊ നമ്മള് വൈകല്യമുള്ളവർക്ക്, ന്യൂറോ ഡൈവർജന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ബാക്കിയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ വേണ്ടി നമ്മൾ
സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓഡിയോ ഓഡിയോ ഉണ്ട്, Audio ഉണ്ട്. ഓഡിയോ ഉണ്ട്. QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുന്ന പ്രെയർ തന്നെ അവിടെ ഓഡിയോയിലോട്ട് ഓഡിയോയിൽ കിട്ടും. പിന്നെ ബ്രെയിലി അവർക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവും. പിന്നെ ഈ പിക്ചർ എന്ന് പറയുന്നത് 3D ടാക്ടൈൽ ആയിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പൊ അവർക്ക് കൈകൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടും. അതിലൊരു 3-4 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിന്റെ ഡിസ്ക്രിപ്ഷൻ വീണ്ടും ബ്രെയിലിൽ ചോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് പെട്ടെന്ന് ടച്ച് ചെയ്ത് കിട്ടും. ഡിസൈൻ ചെയ്യാൻ എന്റെ ഒന്ന് പറയാമോ? ഡിസൈൻ ചെയ്ത് നമ്മള് ഡിസൈനിങ് ഒരു വലിയ പ്രോസസ്സാണ്. നമ്മൾ ആദ്യം ഇതിനെ പറ്റി വളരെ ഡീപ്പായിട്ട് പഠിച്ചു. പള്ളികളിലൊക്കെ പോയിട്ട് എന്താണ് ഈ ഒരു എൻറ്റയർ ഇത് പഠിച്ചു. ഒരു 4 മാസത്തോളം നമ്മൾ ഇതിന്റെ പിന്നിൽ റിസർച്ചും ഇതിന് കറക്റ്റ് ആവണം. നമ്മൾ ഇങ്ങനത്തെ ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ ആ ഒരു കഥ എന്ന് പറയുന്നത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിരിക്കണം അല്ലെ. അപ്പൊ ആ ഒരു ഓരോ ഇമേജ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഇമേജ് വരെയും അതിന്റെ ഒരു AI ജനറേഷൻ ചെയ്യുകയും ഒരു നമ്മള് ഒരു 4 മാസത്തോളം നമ്മുടെ ഒരു എഫേർട്ട് ആണ്. 3D പ്രിന്റിംഗ് മെറ്റീരിയൽ ആണ്. PLA എന്ന് പറഞ്ഞ ഒരു ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് അവർ നടക്കുന്ന പാതയിൽ ആ ഒരു ഓരോ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കൂടെ ആയിരിക്കുമല്ലോ അവർ നടക്കുന്നത്. 14 സ്റ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേഷനിൽ ഫോട്ടോന്റെ താഴെയായിട്ട് അവിടേക്ക് ചെല്ലാനുള്ള ഒരു ഒരു പാത്ത്. ഡയറക്ഷൻ കയ്യെത്താവുന്ന ദൂരത്താണ് ഇത് വെക്കുക. പക്ഷെ അപ്പൊ അപ്പൊ ഈ പാത്തിലൂടെ പോയി ഒരു ഹിന്റ് പോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് സ്റ്റേഷന്റെ അവിടെ. അവർക്ക് അവിടെ നിൽക്കാൻ പറ്റും. ഇത് കണ്ടിന്യൂ ചെയ്യാം. അതവർക്ക് ഒരു യൂസ് ചെയ്യുന്നത്. ഇല്ല. അതാണ് ഈ 28-ാം തീയതി ശനിയാഴ്ച 5 മണിക്ക് അതിന്റെ ഇനാഗുറേഷൻ ആണ്. അന്നാണ് അത് സ്ഥാപിക്കുന്നത്. അതെ അതെ. അതെ കോളേജിലും പിന്നെ അവിടേക്കും കൊണ്ടുപോയിട്ടുണ്ട്. പല പ്രാവശ്യം ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ യാത്ര ചെയ്തും കുട്ടികളെ കണ്ടും ഓരോ പ്രാവശ്യം അവർക്ക് അത് വായിക്കാൻ പറ്റുന്നുണ്ടോ, അവർക്ക് ബ്രെയിലും നമ്മൾ ചെയ്ത ബ്രെയിൽ കറക്റ്റ് ആണോ എന്നുള്ള ഒരു പല സ്റ്റേജസിൽ അവരെ കൊണ്ട് അത് റിവ്യൂ ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ ഇൻസ്റ്റലേഷൻ എല്ലാം കഴിയും. എല്ലാം പൂർത്തിയാക്കും. വ്യാഴാഴ്ച നമ്മൾ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യും. 28 എല്ലാം തീരും. കംപ്ലീറ്റ് നമ്മൾ ഇംപ്ലിമെന്റേഷൻ ചെയ്യും. എല്ലാവർക്കും കാണാൻ പറ്റും. പെർമനന്റ് ഫിക്സ് ചെയ്യണം. പെർമനന്റ് ഫിക്സ് ചെയ്യാം. നടക്കാൻ വയ്യാത്തവര് അങ്ങനെയുള്ള കുറേ പ്രോജക്ട്സ്. അതിനെയാണ് പൊതുവെ സോഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു തുടക്കമാണ് ഫസ്റ്റ് പ്രോജക്റ്റ് എടുത്തു. പ്രത്യേകിച്ച് ഈ മറ്റേ നോക്കുകാലവും വെള്ളിയാഴ്ചയും ഒക്കെ അടുത്ത് വരുന്നതുകൊണ്ട് ഈ സമയത്ത് വെച്ചു. അത് തുടക്കം എന്ന് മാത്രമേ ഉള്ളൂ. Can be extended to any area. ഷോർട്ടായിട്ട് പറയുന്നത് കോർഡിനേറ്റ് എന്താ ടെക്നിക്കലായിട്ട് പറയുന്നത് ഈ സംവിധാനത്തിന് പ്രൊഡക്റ്റിന് നമ്മൾ അങ്ങനെ ഒരു പേര് ഇട്ടിട്ടില്ല. അതില് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പൊ കണ്ടിന്യൂ സ്റ്റാർട്ടിംഗ് ആണെന്ന് മാത്രം. ഒത്തിരി റിസർച്ച് വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ ഇനി അടുത്തത് ഒരു ബ്ലൈൻഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് നമ്മളിപ്പോ കിറ്റുകൾ ഉണ്ടാക്കാനായിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ്, സംനിത എന്ന പേരുള്ള ഒരു സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ ഒരു ലാബ് വഴി ഇങ്ങനത്തെ പല പല മേഖലകളിൽ നമ്മൾ എത്തിപ്പെടുക. ജ്യോതിയായിട്ട് ചേർന്ന് ഓൾറെഡി ലാബ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അതില് വേണ്ട 3D പ്രിന്റിംഗ് എല്ലാം റെഡിയാണ്. അതിനുവേണ്ട സ്റ്റാഫിനെയും സ്റ്റുഡൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കമ്മിറ്റി തന്നെ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടികളും സ്റ്റാഫുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോളേജിൽ. ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന AI ആൻഡ് 3D പ്രിന്റിംഗ് ആണ്. 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് നമ്മൾ ഇതിൽ മെയിൻലി യൂസ് ചെയ്തേക്കുന്നത്. ടെക്നോളജിക്ക് ഒരു പേര് ചിന്തിച്ചില്ല. സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ്, അതിൽ നിന്നുള്ള പ്രൊഡക്റ്റ് അത്ര മാത്രമേ നമ്മൾ നോക്കാം. ഇതിൽ AI വളരെയേറെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 3D നമ്മളൊരു 2D പിക്ചറിൽ നിന്ന് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ഭയങ്കര ചാലഞ്ചിങ് ടാസ്കാണ്. അത്ര എളുപ്പമല്ല. ഇപ്പൊ നമ്മള് ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ചിലത് കണ്ടിട്ടുണ്ടാവും. പഴയ ഒരു ഇമേജ് അരിസ്റ്റോട്ടലിന്റെയോ അവരൊക്കെ ഒരു
2D പിക്ചറിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 3D ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. അത് പിക്ചറിലേ ആയിട്ടുള്ളൂ. ഇനി ആക്ച്വൽ അത് ഒരു ഇമേജ്, ഒരു 3D ഡയമെൻഷൻ ഒരു ഓബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹെവി ടാസ്ക്. അതൊരു ഭയങ്കര സംഭവമാണ്. അപ്പൊ അതിനാണ് 3D പ്രിന്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പം അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർക്ക് ടച്ച് ചെയ്തപ്പോ ഒരു ഇഞ്ച് എങ്കിലും മുന്നോട്ട് പ്രൊജക്ട് ചെയ്യുന്ന പോയിന്റ്സ് പലതുമുണ്ട്. ജീസസ് ആൻഡ് പീലാത്തോസ് ഈശോയെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നു, ഇതാണ് ഒരു സങ്കല്പിക്കുക. അപ്പൊ പീലാത്തോസ് നിൽക്കുന്നു. അപ്പൊ പീലാത്തോസിന്റെ തലയും ഉടലും എല്ലാവരും അവർക്ക് ഫിംഗറിൽ കാണാൻ ടച്ച് ചെയ്തിട്ട് കിട്ടാവുന്ന രീതിയിൽ അതിങ്ങനെ റിലീഫായിട്ട് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാണാമെന്ന് പറയുന്നത് ഈ കാഴ്ചപരിമിതർക്ക് കാണാമെന്ന് പറയുന്നത് ഏത് തരത്തിലാണ് കാണാൻ? കാണാന്നല്ല, തൊട്ടറിയാമെന്ന്, അനുഭവിക്കാനേ പറ്റൂ, അനുഭവിക്കാം. അനുഭവിക്കാനേ പറ്റൂ. മാത്രമേ ഉള്ളൂ. 3D എന്ന് വെച്ചാൽ പ്രിന്റഡ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ 3D പ്രിന്റഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പൊ നമ്മൾ സാധാരണ കിട്ടുന്ന ഈ രൂപങ്ങൾ അല്ലാത്ത മെറ്റീരിയൽസ് വെച്ച് നമ്മൾ പണ്ടെടുക്കുന്നു. ഇതിനെ 3D പ്രിന്റ് ചെയ്ത് AI സഹായത്തോടെ 3D പ്രിന്റ് ചെയ്തെടുക്കുന്നു. അച്ഛൻ പറഞ്ഞൊരു ചലഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ AI എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാലോ, അത് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളൊരു അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ജീസസിന്റെ ഫേസ് അതേപോലെ ഇരിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു സങ്കല്പമുണ്ട്, അത് ഒത്തിരി മാറാൻ പാടില്ല. അപ്പൊ അതൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ഈ 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത്. സാർ ചോദിച്ചൊരു ചോദ്യത്തിന് ഇതിന് ടാക്ടൈൽ ഉണ്ട്, അതല്ലാതെ ബ്രെയിൽ ഉണ്ട്, ഓഡിയോ ഉണ്ട്. മൾട്ടിപ്പിൾ രീതിയിലാണ് ഇവര് ആ ഒരു ഇൻഫർമേഷൻ ഗ്രഹിക്കുന്നത്. അപ്പൊ അവർക്ക് തൊട്ട് നോക്കാം, ബ്രെയിൽ നോക്കാം, പിന്നെ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കേൾക്കുകയും ചെയ്യാം. A3 സൈസ് മൊത്തം. ഈ മറ്റ് ശാരീരിക വെല്ലുവിളികൾ അവർക്ക് ഇതിന്റെ അവർ കണ്ണു കാണില്ല. ഇല്ല, അവർക്ക് കാണാം. അത് ഞങ്ങൾ വേറെ പ്രോജക്റ്റ് ആയിട്ട് വരും. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വേറെ പ്രോജക്റ്റുകളായിട്ട് വരും. ഇത് ഭയങ്കര കോസ്റ്റ്ലി എന്ന് പറയുന്ന ഒരു 2D പ്രിന്റിംഗ് ആക്കുമ്പോൾ അത്ര വലിയ കോസ്റ്റ് ഒന്നും ഏതാണ്ട് അത് ടൈം കൺസ്യൂമിംഗ് ആണ്. പ്രിന്റിംഗ് എടുക്കും. ഇപ്പൊ നമ്മള് 3D പ്രിന്റിംഗ് ആണ് എടുക്കുന്നത്. അപ്പൊ 3D പ്രിന്റിംഗ് ടൈം എടുത്തിട്ടുള്ള പ്രൊസീജിയർ ആണ്. മെറ്റീരിയൽ കോസ്റ്റ് അല്ല, ആ പ്രോസസ്സിന്റെ കോസ്റ്റ് ആണ് വരുന്നത്. അതാണ് സംഭവം. അതിപ്പം ആഴ്ചകളെടുക്കും ഒരു സാധനം ഉണ്ടാക്കിയുള്ള. അപ്പൊ ഒരു 3D പ്രിന്റർ ഒരാഴ്ച എൻഗേജ് ചെയ്താൽ അവന്റെ ഒരു കോസ്റ്റ് നമ്മൾ നോക്കി, അതാണ് കോസ്റ്റ്. ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ ഇപ്പൊ വലിയ മെഷീൻസ്, എർത്ത് മൂവേഴ്സ്, മണിക്കൂറിന് എത്ര രൂപ അങ്ങനെയൊക്കെയല്ലേ അപ്പോഴും. അപ്പൊ ഒരു ദിവസം വർക്ക് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും എന്നതുപോലെ തന്നെ ഇത് മൈന്യൂട്ട് ലെവലിലാണെങ്കിലും 3D പ്രിന്ററിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു മണിക്കൂർ 3D പ്രിന്റ് ചെയ്ത് ഇത്ര കോസ്റ്റ് വരും. അങ്ങനെയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് ആണ് അത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഹലോ, ഇപ്പൊ ഇതിന് പൊതുവെ വേണമെങ്കിൽ പറയാം 3D ടാക്ടൈൽ ശില്പങ്ങൾ. കീവേഡ് ചോദിച്ചില്ല, എന്താണ് നെയിം? നെയിം വേണമെങ്കിൽ അങ്ങനെ പറയാം നമുക്ക്. 3D അനുഭവിക്കാൻ പറ്റുന്ന ശില്പങ്ങൾ, അതാണ് ജനറൽ ആയിട്ട് പറയാവുന്നത്.